1812 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു കുട്ടിയെക്കുറിച്ചാണ്. അവന്റെ അച്ഛൻ അവന് 12 വയസ്സുള്ളപ്പോൾ കടബാധ്യത മൂലം ജയിലിലടയ്ക്കപ്പെട്ടു. വലിയ ബുദ്ധിമുട്ടായിരുന്നു. പ്രാരാബ്ദങ്ങളെ തുടർന്ന് പഠനം 4ാം ക്ലാസ്സിൽ ഉപേക്ഷിക്കേണ്ടി വന്ന അവൻ ചെരുപ്പ് പോളിഷ് ചെയ്യുന്ന കമ്പനിയിൽ ജോലിക്ക് കയറി. നമ്മുടെ ചെരുപ്പ്. അവന്റെ ജീവിത ലക്ഷ്യം ഒരു എഴുത്തുകാരനാകണമെന്നായിരുന്നു. അതുകൊണ്ട് അവൻ നിരന്തരം എഴുതിക്കൊണ്ടിരുന്നു. പകൽ സമയങ്ങളിൽ അവൻ അവന്റെ ജോലിയിൽ ഏർപ്പെടും. മറ്റുള്ളവരുടെ ഷൂ പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇടവേളകളിലെല്ലാം അവൻ എഴുതിക്കൊണ്ടേയിരുന്നു. മറ്റാരെയും കാണിക്കാൻ ധൈര്യമില്ലാതെ പല പ്രസിദ്ധീകരണങ്ങൾക്കും അവൻ അയച്ചു കൊടുത്തു. പല പ്രസിദ്ധീകരണങ്ങളും അത് ഒന്നുകിൽ തിരിച്ചു മടക്കുകയോ ഇല്ലെങ്കിൽ ചവറ്റുകുട്ടയിലിടുകയോ ചെയ്തു. അവസാനം ഒരു പത്രാധിപർ അത് പ്രസിദ്ധീകരിച്ചു. പിന്നീട് ഒന്നിനു പുറകെ ഒന്നായി കൃതികൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരുന്നു. ഇംഗ്ലണ്ടിലെ സാമൂഹികാവസ്ഥയെ അപഗ്രഥനം ചെയ്തുകൊണ്ടുള്ള കൃതികൾ പിന്നീട് ലോകശ്രദ്ധ ആകർഷിച്ചു. ആ ബാലന്റെ പേര് ചാൾസ് ഡിക്കൻസ് എന്നാണ്. ബാല്യകാലത്തെ അനുഭവങ്ങൾ പിന്നീട് അദ്ദേഹത്തിന്റെ ഒലിവർ ട്വിസ്റ്റ്, ഡേവിഡ് കോപ്പർഫീൽഡ് പോലുള്ള കൃതികളിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഒത്തിരി കഥകൾ നാം കേട്ടിട്ടുണ്ട്. നമുക്കതൊക്കെ വെറും കഥകളാണെങ്കിലും അവർക്കൊക്കെ അത് വലിയ ജീവിതങ്ങളാണ്. തീഷ്ണമായ അനുഭവങ്ങളിൽ പെട്ടുഴലുമ്പോൾ പതറാതെ മുന്നോട്ട് പോയി ലോകം കീഴടക്കിയവരെ കുറിച്ച് നമുക്ക് ഓർമ്മിക്കാം. നമ്മളുടെ പരിശ്രമങ്ങൾ ഒരിക്കലും പാഴാകില്ലെന്ന തിരിച്ചറിവിൽ നമുക്ക് മുന്നോട്ട് പോകാം. എബ്രഹാം ലിങ്കന് സാധിച്ചിട്ടുണ്ട്. ചാൾസ് ഡിക്കന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ സാധിക്കാത്ത മനുഷ്യരാരും നമ്മുടെ മുൻപിലില്ല. വെല്ലുവിളികൾ എത്രത്തോളം കടുത്തതാവുന്നോ, കയറാനുള്ള മലകൾ എത്രത്തോളം ഉയരമുള്ളതാവുന്നോ അത്രത്തോളം ഇറക്കവും സുന്ദരമായി.